എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു, ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ ഇന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഇഷ്ടമാകുന്ന സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ലേ. ദിലീപേട്ടൻ ഏട്ടനും കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. ആഴ്ചയില് 7 സിനിമകളോട് റിലീസ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. ഒരു പ്രൊഡ്യൂസർ അടുത്ത ആഴ്ച വരുന്നുണ്ട് 6 സിനിമ. ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് ഒരു മെയിൽ അയച്ചു നമ്മുടെ ഫ്രണ്ട്. ഒരു ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്ത് ഒരു 10 മിനിറ്റ്സിൽ റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു. ഞാൻ വെരി കൂടുതലാണെന്ന് തോന്നുന്നത് സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി പറഞ്ഞു മാമിന് ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. 1 വർഷം എടുത്ത് നമുക്ക് ഇൻഡസ്ട്രി ഡിഫൈൻ ചെയ്യാനും കാര്യങ്ങളില്ല. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത്. സോ നമ്മൾ സ്ട്രഗിൾ ഒന്നും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസിയാണ് പ്രോസസ്സാണ്. സത്യം സ്ട്രഗിൾ ഇല്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ അഭിപ്രായത്തിലുണ്ടാവാറില്ല. അപ്പം അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്? അതിൽ ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഓൺ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ സെറ്റിൽ അങ്ങനത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനൊന്നും വരാറില്ലായിരുന്നു. ധ്യാൻചേട്ടൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിന് 2 ആഴ്ച സ്ക്രിപ്റ്റ് കേട്ടിട്ട് സജഷൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടെൻഷനായി. അല്ലെങ്കിൽ ആ ഒരു 2 വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റ് ചേഞ്ച് പറ്റിയത്? ആക്ച്വലി സജഷൻ നല്ല കഴിഞ്ഞിട്ട് ഒരു 2 മൂവികളുണ്ട്. ടോട്ടൽ 5 ആവും. ഈ ധ്യാനിലേക്ക് തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ ചോദിച്ചത് ധ്യാനെ വെച്ച് ചലഞ്ചിങ് അല്ലേ ആയിരുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ട് ഇതിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ അതിനകത്ത് വേറെ ചിന്തിക്കാറില്ല. എന്താണ് ധ്യാൻ ചേട്ടൻ കൂടെ എല്ലാം എക്സ്പീരിയൻസ്? അത് മാത്രമല്ല, വീക്കെൻഡ് നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ്. മനസ്സിലായി? ഇപ്പൊ RDX ആയിക്കോട്ടെ, കൊണ്ടലായിക്കോട്ടെ, ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പം ആ രീതിയിൽ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് ആ ബ്ലൈൻഡായിട്ട് ഒരു ക്യാമ്പിൾ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്നാൽ മിന്നൽ മുരളി ഞാനും ഡിറ്റക്റ്റീവ് ഉജ്ജലുമായിട്ട് ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്. അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ 2ാം ഭാഗം വരുമ്പോൾ 2ാമത്തെ നോക്കിക്കോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജലം ചെയ്തു. അപ്പോൾ ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻ ഉണ്ട്. ചോദ്യം വന്ന വഴിക്ക് മുങ്ങിപ്പോയി. എക്സ്പീരിയൻസ് പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്ത് തമാശ കലർന്ന